അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുനിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് IQAC ആൻഡ് IT ടീം പുറത്തിറക്കുന്ന الدرر اللغويയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഭാഷാ സ്നേഹികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മൂന്നിനം ബഹുവചനങ്ങൾ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും ജമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് ജമ എന്ന് പറയുക. ഒന്നാമതായിട്ട് ജമഉ തഖ്സീർ അഥവാ അൽ ജംഉൽ മുഖസ്സർ എന്നറിയപ്പെടുന്ന ജമഉ തഖ്സീറുകൾ. രണ്ടാമതായിട്ട് ജംഉ അൽ മുദക്കർ സാലിം. മൂന്നാമതായിട്ട് ജംഉ അൽ മുഅന്നസ് അസ്സാലിം. ജമഉ തഖ്സീറുകൾ. തഖ്സീർ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രോക്കൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണമായി ഹലറ അൽ റിജാലു, ഖറഅതു അൽ കുതുബ. ഈ രണ്ട് സെന്റൻസുകളിലും അവസാനത്തെ പദത്തെ മാത്രം നിങ്ങൾ പരിശോധിക്കുക. അൽ റിജാൽ, അതുപോലെ തന്നെ അൽ കുതുബ്. നമുക്കറിയാം കുതുബ് എന്നുള്ളത് കിതാബ് എന്ന് പറയുന്ന മുഫ്രദായ പദത്തിന്റെ ജമാണ്. കിതാബ് പുസ്തകം, കുതുബുൻ പുസ്തകങ്ങൾ, റജുലുൻ അതുപോലെ തന്നെ റിജാലുൻ. അപ്പോൾ ജമു തഖ്സീറുകൾ എന്താണ്? കിതാബ് എന്ന പദത്തിൽ രൂപമാറ്റം വന്നതും അതുപോലെ തന്നെ രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നതുമായ ബഹുവചനങ്ങൾക്കാണ് ജമു തഖ്സീറുകൾ എന്ന് പറയുക. മാറ്റങ്ങൾ, മുഫ്രദിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അധികരിച്ചു വരും. ഉദാഹരണമായിട്ട് കലമുൻ, അതിൽ അധികരിച്ച് ജമ്മിലേക്ക് മാറ്റുമ്പോൾ അക്ലാമുൻ. ചിലപ്പം ബിനഖ്സിൻ അൻ ഉസൂലിൽ മുഫ്രദിൽ ചില കുറവുകൾ വരാം. ഉദാഹരണമായിട്ട് റസൂലുൻ, ജമാക്കിയ സമയത്ത് റുസൂലുൻ, അതിലെ വാവ് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അതിൽ വരുന്ന ഒരു തഗീർ, ഒരു മാറ്റം എന്ന് പറയുന്നത് ഇഖ്തിലാഫ് അൽ ഹറക്കാത്ത്, ഹർക്കത്തുകളിൽ ചില മാറ്റങ്ങളൊക്കെ ജമ്മു തഖ്സീറുകൾ വരാറുണ്ട്. ഈ ജമ്മു തഖ്സീറുകൾ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ജംഉ ഖില്ല, ജംഉ കസ്റ. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതാണ് ജമ്മു തഖ്സീറുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ജംഉ അൽ മുദക്കർ സാലിം. എന്താണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്? രണ്ട് സാലിമായ ജമ്മുകളാണുള്ളത്. ഒന്ന് ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും. ജംഉ മുദക്കർ സാലിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. റളീതു അനിൽ കാതിബീൻ, ജാഅ അൽ മുഅല്ലിമൂൻ. ഇവിടെ അൽ മുഅല്ലിമൂൻ എന്ന പദവും അൽ കാതിബീൻ എന്ന പദവും രണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ മുഫ്രദിലേക്ക് ചിലതെല്ലാം ചേർന്നപ്പോഴാണ് ജംഉ മുദക്കർ സാലിമായിട്ടുള്ളത്. ഉദാഹരണമായിട്ട് അൽ മുഅല്ലിം എന്ന് പറയുന്ന മുഫ്രദായ പദത്തിലേക്ക് നമ്മൾ വാവിനെയും അതുപോലെ തന്നെ നൂനിനെയും ചേർത്തപ്പോൾ അൽ മുഅല്ലിമൂന എന്ന് വായിച്ചു. അൽ കാത്തിബ് എന്ന് പറയുന്ന ഒരു ഇസ്മിലേക്ക് നമ്മൾ യാഇനെയും നൂനിനെയും ചേർത്തു, അൽ കാത്തിബീന. ഇതാണ് ജംഉ മുദക്കർ സാലിമിന്റെ പ്രത്യേകത. അഥവാ മുഫ്രദിന്റെ അവസാനത്തിൽ വാവും നൂനും അല്ലെങ്കിൽ യാഉം നൂനും ചേർന്നുകൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനങ്ങളെയാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുക. മൂന്നാമതായിട്ട് ജംഉ മുഅന്നസ് സാലിം. എന്താണ് ജംഉ മുഅന്നസ് സാലിം? അൽ കാതിബാത്തു, അൽ മുഅല്ലിമാത്തു, അൽ മുമർരിളാത്ത്. അഥവാ അൽ മുമർരിളത്ത് എന്ന് പറയുന്ന ഇസ്മിലേക്ക്, മുമർരിളത്ത് എന്ന് പറയുന്നത് മുഅന്നസായ ഒരു കലിമത്താണ്. ആ മുഅന്നസായ കലിമത്തിലേക്ക് അലിഫിനെയും താഇനെയും ചേർക്കുക. ഇപ്പൊ എന്താണ് നമുക്ക് വായിക്കാൻ പറ്റുക? അൽ മുമർരിളാത്ത്. അഥവാ ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത് മുഫ്രദിനോട് അലിഫും താഉം ചേർന്നുകൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനങ്ങൾക്കാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമ്മുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. ജംഉ തഖ്സീറുകൾ, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം.